കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം എല്ലാവരും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഫാസ്റ്റിംഗ് പ്രയറിനെല്ലാം പങ്കെടുത്തവർ ഉണ്ടോ? ഇതിനകത്ത് കൈവെക്കാമോ? ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞത് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് എല്ലാവർക്കും നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്നേ ദിവസം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ കടന്നു വന്നിരിക്കുന്നു. എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് മാനിക്കണമേ. എൻ്റെ ജീവിതത്തെ അവിടുന്ന് അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമേ. ഞാൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും കർത്താവിനെ വരമേൽപ്പിക്കുന്നു. അവിടുന്ന് അത് വഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളെ വചനം ഗ്രഹിക്കാൻ തക്കവണ്ണം അവിടുന്ന് തുറക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അവിടുത്തെ വചനം ഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം എല്ലാവരും എടുക്കാം. ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 4 അതിൻ്റെ 17. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ സന്നിധിയിൽ തൻ്റെ രാജ്യം, ദൈവരാജ്യം പ്രസംഗിക്കാൻ ആരംഭിക്കുകയാണ്. ജീസസ് began to preach. വായിക്കാമോ എല്ലാവരും കൂടി? 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ മുതൽ യേശു ക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങി. മാനസാന്തരപ്പെടുവീൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്ത്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം ഉണ്ട് എന്നും അതിലേക്ക് യോഗ്യരാണ്, അല്ലെങ്കിൽ നാം യോഗ്യരാകേണ്ടത് എന്നും നാം വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം ഭൂമിയിൽ ദൈവം ആദ്യമായി വന്ന് നമ്മോട് പറഞ്ഞതാ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഈ വാക്യം പറയുന്നു. അതോടുകൂടി നമുക്കൊരു സുവിശേഷത്തിലേക്ക് കൂടി പോവാം. ലൂക്കായുടെ സുവിശേഷം 5:32. ഞാൻ വന്നിരിക്കുന്നത്, ഒരു മിനിറ്റ് ബ്രദർ, എല്ലാവരും ഒന്ന് എടുക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഞാൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു മനുഷ്യനായി. എന്നിട്ട് നമ്മോടിപ്പോ പറയുക, യേശു ക്രിസ്തു വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. പാപികളെ പശ്ചാത്താപത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് യേശു ക്രിസ്തു പറയുക. അപ്പം നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്തുവാ? മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാ. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ നമ്മളെല്ലാവരും? മാനസാന്തരപ്പെട്ടവരാണോ? പോകെ പോകെ നമുക്കറിയാൻ പറ്റും നമ്മളെല്ലാവരും മാനസാന്തരപ്പെട്ടവരാണോ. ഇവിടെ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണമേ. ഐ ആം നോട്ട് കമ്മിങ് ഫോർ ദ റൈറ്റിയസ് പേഴ്സൺ. ഞാൻ ആർക്ക് വേണ്ടി വന്നതല്ല, നീതിമാന്മാരെ വിളിക്കാനല്ല, നീതിമാന്മാരെ വിളിക്കാനല്ല. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നതിൽ ഏതോ ഒരു നീതിമാൻ മറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. ഞാൻ വന്നിരിക്കുന്നത്, എന്തോ നീതിമാനുണ്ട്, പക്ഷേ ഞാൻ ആ നീതിമാനെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് പാപികളെയാണ്. Then who is the righteous person? യേശു ക്രിസ്തു പറയുന്നത് നോക്കാം. നമുക്കൊരു വാക്യം നോക്കാം. ഭൂമിയിൽ നീതിമാന്മാർ ആരും തന്നെ ഇല്ല എന്ന് ബൈബിൾ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. റോമർ 3:10. എല്ലാവരും എടുക്കാമോ? റോമർ 3:10. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. മതി. നീതിമാനായി ആരുമില്ല ഭൂമിയിൽ. ഒരു വാക്യം കൂടി വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം, സഭാപ്രസംഗി 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം കൂടി അടിയറവിട്ട് നമുക്ക് സംസാരിക്കാം. ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. അപ്പോ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മെ കുറിച്ച് പറയുക, ഒറ്റ നീതിമാനുകൾ. There is no righteous
പീപ്പിൾ ഇൻ ദ വേൾഡ് അറ്റ് ഓൾ. ആരും തന്നെയില്ല. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? നീതിമാന്മാരും നീതിമതികളും ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിൽ ഉണ്ടോ? ആരും തന്നെ ഇല്ല എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്. ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോവാം. ഗോഡ് സ്പീക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്തിലെ മനുഷ്യരെ കുറിച്ച് ചില വചനങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ചില കാര്യങ്ങൾ. നമുക്ക് ചില വചന ഭാഗങ്ങളിലേക്ക് പോവാം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും വീണ്ടും നമ്മൾ വചനത്തിലേക്ക് വരുവാണ്. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ. കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത്? ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു. അവർ വച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപ് പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ഒരു വാക്യം കൂടി വായിക്കാം. ദുഷ്ടൻ തന്റെ ഒരു വാക്യം കൂടി. അതായത് ഇപ്പൊ ശ്രദ്ധിക്കണമേ, ദൈവം ഭൂമിയിലെ മനുഷ്യരെ കുറിച്ച് പറയും. നമ്മളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മെ കുറിച്ച് പറയും. ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം. 53-ാം അധ്യായം 1 മുതൽ 3 വരെ. അതും കൂടി നമുക്കൊന്ന് വായിക്കാം. ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. എല്ലാ തിന്മയിലും മുഴുകി മനുഷ്യർ ദുഷിച്ച് പോയിരിക്കുക. നന്മ ചെയ്യുന്നവരാരുമില്ല. അയ്യോ, നേരത്തെ പറഞ്ഞ പോലെ നീതിമാൻ ആരുമില്ല എന്ന് പറഞ്ഞ പോലെ നന്മ ചെയ്യുന്ന ആരുമില്ല. പ്രാർത്ഥിക്കുന്നവരുണ്ട്, നന്മ ചെയ്യുന്ന ആരുമില്ല എന്ന് ദൈവം പറയുക. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവം ഇപ്പോ നമ്മളെ നോക്കുക. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ലേ? സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളെ ഇങ്ങനെ നോക്കുക. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി. എല്ലാവരും, നമ്മൾ മാത്രമല്ല, ഭൂമിയിലെ സകല മനുഷ്യരും ഒരുപോലെ വഴിതെറ്റിപ്പോയിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലും. സങ്കീർത്തകൻ ഇത് വ്യക്തമായിട്ട് പറയുക. ഇത് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ഇതേ വാക്യം അത് സത്യമാണെന്ന് വീണ്ടും പറയുക. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു വന്ന കാലത്തും എന്തില്ല? ആ വാക്കിന് മാറ്റമില്ല. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കുവാനാണ് ഞാൻ വന്നത്. പാപികളെ വിളിക്കുവാൻ, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ദൈവം വന്നിരിക്കുന്നത്. നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ ദൈവത്തെ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഭൂമിയിൽ നീതിമാന്മാർ ആരുമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു പോയി. ഒരു മനുഷ്യനെ പോലും ദൈവത്തിൻ്റെ കണ്ണിൽ നീതിമാനായി കാണാനില്ല. പക്ഷേ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ്. ദെൻ ഹൂ ഈസ് ദ പീപ്പിൾ വിത്ത് ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട്? പിന്നെ യേശു ക്രിസ്തു പറഞ്ഞ ഈ നീതിമാന്മാർ എന്ന് പറയുന്ന വർഗം ഏതാണ്? ഇതാ നമ്മുടെ ചോദ്യം. യേശു ക്രിസ്തു ഒരു നീതിമാനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗണം നീതിമാന്മാരെ കുറിച്ച് ബൈബിളിലൂടെ നമുക്കൊരു സൂചന നൽകുന്നു. ആരാ ആ നീതിമാന്മാർ? അവർക്ക് വേണ്ടിയല്ല ക്രിസ്തു വന്നിരിക്കുന്നത്. കാരണം അവർക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ ഓൾറെഡി റൈറ്റിയസ്. ആരായിരിക്കും ആ റൈറ്റിയസ് പീപ്പിൾ? പാപികളാ? യേശു ക്രിസ്തു പറയുന്ന നീതിമാൻ ആരാണ്? യേശു ക്രിസ്തുവോ? യേശു ക്രിസ്തു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? യേശു ക്രിസ്തു പറയുന്ന ഈ നീതിമാൻ ആരാണെന്ന് ആർക്കെങ്കിലും വല്ല പിടിയുണ്ടോ? നമുക്കൊന്ന് പറഞ്ഞോ. അപ്പം യേശുവിനെ അവർക്ക് ആവശ്യമില്ല എന്നാണ് യേശു പറയുന്നത്. അപ്പം യേശുവിൽ വിശ്വസിക്കുന്ന എങ്ങനെയാണ്? യേശു പറയുന്നു താൻ വേണ്ട, അവരെ രക്ഷിക്കാൻ താൻ വേണ്ട എന്ന് പറയുന്നത്. ചില മനുഷ്യർ പറയും, ഞാൻ ഭയങ്കര പ്രാർത്ഥനാക്കാരനാണ് എന്ന് സ്വയം ചമയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവനാ, എല്ലാ ദിവസവും ചർച്ചിൽ പോകുന്നവനാ, ദൈവത്തെ ആരാധിക്കുന്നവനാണ് എന്ന് സ്വയം പറയുന്ന ഒരു വർഗമുണ്ട്. വേറെ ചിലർ പറയും, ഞാനൊരു പാപവും ചെയ്യാറില്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ഒരാളെയും മോഷ്ടിക്കുകയോ ഒരു ഉഡായിപ്പ് പരിപാടി ഞാൻ ചെയ്തല്ല. ഉഡായിപ്പുകൾ കുറേയുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെയല്ല, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ജെന്റിൽമാനാണ് എന്ന് പറയുന്ന ഒരു വർഗം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വർഗത്തെ? കേട്ടിട്ടുണ്ടോ? നമ്മളും പറഞ്ഞിട്ടില്ലേ പണ്ട്, ഞാനും ഒരു പാപവും ചെയ്തിട്ടില്ല. ശരിയാ, നമ്മളൊരു പാപം ചെയ്തിട്ടില്ല. നമ്മുടെ കണ്ണിൽ നമ്മൾ ആരെയും വഞ്ചിച്ചിട്ടില്ല. ചില ആളുകളുടെ കണ്ണിൽ ആരെയും ചതിച്ചിട്ടില്ല, നുണ പറഞ്ഞിട്ടില്ല.
മോഷ്ടിക്കാൻ പോയിട്ടില്ല, കള്ളസാക്ഷി പറഞ്ഞിട്ടില്ല. ശരിയാ, അവർ സ്വയം പറയുക ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന്. ചില ആളുകൾ പറയുക ഞാനൊരു നല്ല മനുഷ്യനാണ്, പിന്നെ അവന് യേശുവിനെ കൊണ്ട് ആവശ്യമില്ല. ഒരുവൻ നല്ലവനാണ് എന്ന് എപ്പോൾ പറയുന്നുവോ അപ്പം മുതൽ അവന് ക്രിസ്തുവിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ നല്ല പ്രാർത്ഥനാക്കാരനാണെന്നോ അല്ലെങ്കിൽ ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നീ പുറന്തള്ളപ്പെട്ടു പോയ ഫരിസേയന് തുല്യനാ. 1 യോഹന്നാന്റെ ലേഖനം 1 അധ്യായം 8, 9, 10 വാക്യങ്ങൾ. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 1, 8, 9 and 10. നമുക്ക് പാപമില്ലെന്ന് നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. ശ്രദ്ധിക്കണമേ, എന്ന് വെച്ചാൽ ഒരുവൻ നീതിമാൻ സ്വയം ചമഞ്ഞാൽ. ഇവിടെ ആരെങ്കിലും വന്നിരുന്നിട്ട് പറയുക, ഓ ഞാൻ നല്ല പ്രാർത്ഥകൻ, ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നതാ, ഞാൻ 10 വർഷമായിട്ട് മിനിസ്ട്രിയിലുള്ളതാ, ഞാൻ 10 വർഷമായിട്ട് വചനം കേൾക്കുന്ന, വചനം പറയുന്നതാ, ദൈവത്തെ ആരാധിക്കുന്നതാ, 10 കൽപ്പന പാലിക്കുന്നതാ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ആത്മവഞ്ചന ചെയ്യുന്നതിന് തുല്യ ഒരു പരിധി വരെ. വായിച്ചോ. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചേ, എന്നാൽ നാം ആരെങ്കിലും ഈ ഞാൻ വലിയവനാണ്, ഞാൻ വലിയ പ്രാർത്ഥനാക്കാരനാണ്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നവനാണ്, രാവിലെ 10 സങ്കീർത്തനം ചൊല്ലും, ഉച്ചയ്ക്ക് 10 സങ്കീർത്തനം ചൊല്ലും, രാത്രിയിലും വീട്ടിലിരുന്ന് സങ്കീർത്തനം ചൊല്ലും എന്നൊക്കെ പറഞ്ഞുള്ള ഈ തരത്തിലുള്ള നീതിമാൻ ചമയുന്ന പ്രവൃത്തി നമുക്കുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു കൊള്ളുക. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിനക്ക് ഒരു ഗുണവുമില്ല, ക്രിസ്തുവിനെ നീ വ്യാജനാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത്? നമ്മുടെ രക്ഷകനായി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനും നാഥനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വ്യാജനാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട്, നേരിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് പറയുക, ദൈവം വ്യാജമാണെന്ന്. ഏത്? ഞാൻ നീതിമാനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ. കണ്ണുകൾ അടച്ച ദൈവത്തെ സ്തുതിക്കാം നമുക്ക് എല്ലാവർക്കും. ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നീതിമാൻ ചമയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എപ്പോഴെങ്കിലും ഞാൻ വലിയവനാണ്, ഞാൻ വലിയ പ്രാർത്ഥനാക്കാരനാണ്, ഞാൻ വലിയ വചനം പറയുന്നവനാണ്, ഞാൻ നല്ല ശുശ്രൂഷകനാണ്, പ്രേക്ഷിത വേല ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്നവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അതൊരു മാരകമായ പാപമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അത്തരത്തിലുള്ള ഒരു നീതിമാനല്ല ഞാൻ. ഇന്ന് എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കൂടാതെ, വിശുദ്ധീകരിച്ചാലല്ലാതെ എനിക്ക് നീതിമാനായി നിൽക്കാൻ സാധിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 32 വരെ. എല്ലാവരും എടുത്താം. 30-32. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ്, ശ്രദ്ധിക്കണമേ, ദൈവമായ കർത്താവ് ചുമ്മാരിൽ ചെയ്യൂല. ഇറ്റ്സ് ടു യു, നിന്നോട് മാത്രമായി പറയുക. ശ്രദ്ധിച്ചു കേട്ടോ. ഇസ്രായേൽ ഭവനമേ, മകനെ, ഓരോരുത്തരെയും താങ്കളുടെ പ്രവർത്തികൾക്ക് അനുസൃതമായി ഞാൻ വിധിക്കും. നിന്റെ പ്രവർത്തിക്കൊത്തവണ്ണം നിന്നെ ഞാൻ വിധിക്കും. പ്രാർത്ഥനാക്കാരൻ ചമഞ്ഞ ഇസ്രായേലിനോടായിട്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. വലിയ പ്രാർത്ഥനാക്കാരായ അബ്രഹാമിൻ്റെ സന്തതികൾ, യാക്കോബിൻ്റെ വിളിക്കപ്പെട്ടവർ പുറപ്പാടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജനത്തോട് മുഖത്ത് നോക്കി പറയുക, നിന്റെ പ്രവർത്തിക്കൊത്തവണ്ണം ഞാൻ നിന്നെ ന്യായം വിധിക്കും. വായിച്ചോ. തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കുവാൻ, ശ്രദ്ധിക്കണേ, തിന്മ നമ്മെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് പശ്ചാത്താപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. അനേക മക്കൾ ഇപ്പോൾ വലിയ പ്രാർത്ഥനാകാരൻ ചമഞ്ഞിരിക്കുന്നവരുണ്ട്. ഇന്ന് ആത്മാവ് വ്യക്തമായ ബോധ്യം നൽകുന്നുണ്ട്. ഇപ്പം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ പേർ വലിയ നീതിമാന്മാരാ. അവൻ്റെ ഹൃദയത്തിൽ അവൻ ഭയങ്കര കഴിവും, അവൻ ഇപ്പം മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്ന തരത്തിൽ മഹാമിടുക്കനായിരിക്കുന്ന ആത്മീയ ചിന്തയിൽ, വ്യാജമായ അല്ലെങ്കിൽ വ്യർത്ഥമായ ചിന്തയിൽ പോകുന്ന ഒരു ജനം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാ, തിന്മ നിന്നെ നശിപ്പിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുവേൻ. വായിച്ചോ ബ്രദറെ. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ. എനിക്കെതിരെ
പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നീതിമാൻ ചമഞ്ഞാൽ ക്രിസ്തുവിനെ വ്യാജനാക്കുന്നതിന് തുല്യം. അല്ലേ? നമ്മൾ വായിച്ചില്ലേ? നീ പാപമില്ല എന്ന് പറഞ്ഞാൽ, നീ സ്വയം നീതിമാൻ ചമഞ്ഞാൽ ക്രിസ്തുവിനെ വ്യാജനാക്കുന്നു. അതാ പറയുന്നത്, നിങ്ങൾ എനിക്കെതിരെ ചെയ്ത പാപം. ശരി, വായിച്ചോ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. ഒരു പുതിയ ഹൃദയം. ഇന്ന് വരെയുള്ള ഈ ചിന്തകളൊക്കെ ഒന്ന് കളഞ്ഞുകൊള്ളുക, ഈ ബോധ്യങ്ങളൊക്കെ കളഞ്ഞുകൊള്ളുക. താഴ്മയോടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. കരുണയ്ക്ക് വേണ്ടി കർത്താവെ, എളിമയോടും താഴ്മയോടും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കൊള്ളുക. നീതിമാനായിട്ടുള്ള സിംഹാസനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരിക. വായിച്ചോ. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനു മരിക്കണം? കർത്താവ് പറയുക, കണ്ടോ, നമ്മോട് പറയുക, നിങ്ങൾ എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇത്രമാത്രം പീഡ അനുഭവിക്കുന്നത്? മാനസിക വ്യഥ, തകർന്ന മനസ്സ്, നാളെയെക്കുറിച്ചുള്ള ചിന്ത, മക്കൾ തകർന്നു കിടക്കുന്നു, കുടുംബം തകർന്നു കിടക്കുന്നു. എന്തിനിങ്ങനെ വീഴണം? നിങ്ങളുടെ ജീവിതം എങ്ങനെ ഈ മരണകരമായ ദുരിതത്തിലൂടെ എന്തിനു നീ കടന്നു പോകണം എന്ന് ഇസ്രായേൽ ഭവനത്തോട് ദൈവം പറയുക. ശരി, ദൈവമായ കർത്താവ് അരുളി ചെയ്തു. ശ്രദ്ധിക്കണമേ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, നിങ്ങൾ പശ്ചാത്താപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. കർത്താവ് ഇപ്പോൾ പറയുക, കഷ്ടത അനുഭവിക്കുന്ന നമ്മളോട്, ദുരിതം അനുഭവിക്കുന്ന നമ്മളോട്, ആ നീതിമാൻ എന്ന് പറയുന്ന സിംഹാസനത്തിൽ നിന്നും ആദ്യം താഴെ ഇറങ്ങി വന്നിരിക്കുക. എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ട്, എൻ്റെ കർത്താവെ നിൻ്റെ ഇടപെടൽ എനിക്കിപ്പം ആവശ്യമുണ്ട് എന്ന് എളിമയോടെ താഴ്മയോടെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനാക്കാരൻ ചമഞ്ഞിരിക്കുന്ന നമ്മൾ, നീതിമാൻ ചമഞ്ഞിരിക്കുന്ന നമ്മൾ, പാപിയല്ല എന്ന് സ്വയം പറയുന്ന നമ്മൾ, വലിയ വലിയ സൽപ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്ന നമ്മൾ താഴെ ഇറങ്ങി പശ്ചാത്തപിക്കുവിൻ, അങ്ങനെ നീ ജീവിക്കുവിൻ. പശ്ചാത്തപിക്കുവിൻ, അങ്ങനെ നീ ജീവിക്കും. അപ്പോൾ പശ്ചാത്തപിച്ചാൽ എന്ത് സംഭവിക്കും? നീ ജീവിക്കും. പോകാം നമുക്ക്. കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ, ഞങ്ങൾ ഈ സമയം പശ്ചാത്തപിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. കർത്താവേ, വളരെ നാളുകളായി പ്രാർത്ഥനയിലായിരിക്കുന്നു ഞങ്ങൾ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു. എന്നാൽ കർത്താവേ, പലപ്പോഴും അറിയാതെ ഞങ്ങൾ നീതിമാൻ ചമഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ, എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കണമേ, എൻ്റെ അവകാശങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Then why did people distracted? എന്തിന് നമ്മൾ തകർന്നു വീഴണം? ഒരു കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. നിങ്ങളിൽ കഷ്ടത, എന്തെങ്കിലും ഒരു മേഖലയിൽ ഒരു കഷ്ടത അനുഭവിക്കുന്നവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? കൈവയ്ക്കുക. ഇതിനകത്തും നീതിമാൻ ചമയുവാണോ? ഈ കാര്യത്തിലും ചിലർക്ക് നീതിമാൻ ചമയല. നമുക്ക് കഷ്ടതയുണ്ട്, അനേകം മക്കൾക്ക് കഷ്ടതയുണ്ട്. എന്തിനാ പീപ്പിൾ തകർന്നു വീഴുന്നത് എന്നാണ് യേശുക്രിസ്തു ചോദിക്കുന്നത്. അതിനൊരു വചനം പറയുന്നുണ്ട് യേശുക്രിസ്തു. ലൂക്കായുടെ സുവിശേഷം 13:3. ലൂക്കായുടെ സുവിശേഷം 13:3. നിങ്ങൾ ഈ വചനം കറക്റ്റായി വായിച്ചു പോകുമ്പോൾ നമ്മൾ ആ കറക്റ്റ് കാര്യത്തിലേക്ക് വരും കേട്ടോ. ശ്രദ്ധിച്ച് എന്നെ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. മറിച്ച് ഈ വചനങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയം കടന്നു പോകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കർത്താവ് കൊണ്ടുവരും. ലൂക്ക 13:3. അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മതി ശ്രദ്ധിക്കണമേ. ഗലീലിയക്കാർ അനുഭവിക്കാൻ, ഈ ഗലീലിയ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ അനേകം ആളുകൾ ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങളിലൂടെ നശിച്ചു പോകുന്നുണ്ടല്ലേ. അനേകം ആളുകൾ പ്രകൃതി ദുരന്തങ്ങളിലൂടെ, നാച്ചുറൽ കലാമിറ്റീസിലൂടെ തകർന്നു പോകുന്നുണ്ട്. എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസം കൂടി വലിയൊരു വിമാന അപകടം ഉണ്ടായി. ഒരൊറ്റയടിക്ക് 30-40 ആളുകൾ മരിക്കുന്നു, 50-100 മരിക്കുന്നു. 500ഓളം ആളുകൾ മരിച്ച ഒരു കലാമിറ്റി കേരളത്തിൽ ഈ അടുത്ത നാളുകളിലുണ്ടായി. പക്ഷെ അവരാണ് ഏറ്റവും വലിയ പാപികൾ എന്നല്ല ക്രിസ്തു പറയുന്നത്. മാനസാന്തരപ്പെട്ടുകൊള്ളുക, പശ്ചാത്തപിച്ചു കൊള്ളുക, അല്ലെങ്കിൽ നമ്മുടെ മേലും ഇതുപോലുള്ള വലിയ കഷ്ടത, നാശം കടന്നു വരും എന്ന് കർത്താവ് പറയുക. ഇവിടെയെല്ലാം യേശു ക്രിസ്തു പറയുന്ന വാക്ക് എന്തുവാ? മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ യേശു ക്രിസ്തു നമ്മോട് പറയുക, യു ഹാവ് ടു റിപ്പൻറ്റ്. കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മാനസാന്തരപ്പെടുവിൻ.
മാനസാന്തരപ്പെടുവിൻ. മറ്റൊന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ, മാനസാന്തരപ്പെടുവിൻ. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും ഭയങ്കര മാനസാന്തരത്തിൻ്റെ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ എല്ലാവരും, നമ്മുടെ വിചാരം നമ്മളെല്ലാവരും മാനസാന്തരപ്പെട്ടവരാണെന്നാണ് പല ആളുകളുടെയും ചിന്തയാണ്. ഞാൻ 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ 15 വർഷം മുമ്പ് മാനസാന്തരപ്പെട്ടവനാ, ഞാൻ കഴിഞ്ഞ മാസം നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ മാനസാന്തരം എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മൾ അറിയേണ്ടതുണ്ട്. വാട്ട് ഈസ് റിപ്പൻറ്റൻസ്? അതാണ് എന്താണ് മാനസാന്തരം. മാനസാന്തരം എന്താണെന്ന് അറിഞ്ഞാലല്ലേ മാനസാന്തരപ്പെടാൻ പറ്റത്തുള്ളൂ. മാനസാന്തരം എന്താണെന്നറിയാത്ത ഒരാൾ എങ്ങനെ മാനസാന്തരപ്പെടും? മാനസാന്തരപ്പെട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് സാന്തരമായി പെടണ്ടേ? നമുക്ക് മനസ്സിലാവണ്ടേ അത്. മാനസാന്തരത്തെക്കുറിച്ച് ഗ്രീക്ക് മൂലഗ്രന്ഥത്തിലേക്ക് പഠനങ്ങൾ പോകുമ്പോൾ അത് 2 തരം വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ്. 2 വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കാൻ പോയപ്പോൾ ഈ ബോട്ടണി, സുവോളജി, ബയോളജി ഇങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പം ഇതെല്ലാം ഈ ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്ന ബയോസ്, ലോഗോസ് എന്ന് പറഞ്ഞ് അതിൽ നിന്നും ബയോളജി ഉണ്ടായി അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതുപോലെ പലതരത്തിലുള്ള വേർഡ്സ് കൂടി ചേർന്നാണ് ഒരുപാട് വേർഡ്സ് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ റിപ്പൻറ്റൻസ് എന്ന് പറയുന്ന ഈ വേർഡിനെ പറയുന്നത് മെറ്റനോയിറ്റ് എന്ന് പറയുന്ന ഒരു വേർഡായിട്ടാണ് അതിനെ പറയുന്നത്. മെറ്റനോയിറ്റ് അത് 2 വേർഡുകളുടെ കോമ്പിനേഷനാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. 2 വേർഡുകൾ കൂടിച്ചേരുന്നതാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഈ 2 വേർഡ്, ഒന്ന് മെറ്റ എന്നും അല്ലെങ്കിൽ നിയോ ഓർ നോസ് എന്ന് പറയുന്ന മറ്റൊരു വേർഡും കൂടിച്ചേരുന്നതാണ് ഏത്? റിപ്പൻറ്റൻസ്. മനസ്സിലാവുണ്ടോ പറയുന്നത്? 2 വേർഡുകൾ, അതിനൊരു അർത്ഥമുണ്ട്. മെറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. മെറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്ന അതിൻ്റെ അർത്ഥം, ഇംഗ്ലീഷ് അർത്ഥം. അതുപോലെ തന്നെ നോസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നുള്ള മീനിങ്ങാണ്, മൈൻഡ്. അപ്പോൾ മെറ്റനോയിറ്റ് എന്ന് പറഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് യുവർ മൈൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചേഞ്ച് യുവർ മൈൻഡ്. ചേഞ്ച് യുവർ മൈൻഡ്. മൈൻഡ് എവിടെയാണ് മൈൻഡ് ഇരിക്കുന്നത്? എവിടെയാണ് മൈൻഡ് ഇരിക്കുന്നത്? നമ്മൾ മൈൻഡ് എന്ന് പറയുമ്പോൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് കൈ വയ്ക്കും അല്ലേ? നമ്മൾ നേരെ കൊണ്ടുവന്ന് കൈ വയ്ക്കും. ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ഏകദേശം ഒരു 5 ടൈപ്പ്, ദർ ഇസ് എ 5 ടൈപ്സ് ഓഫ് മൈൻഡ് ദൈവം മനുഷ്യരിൽ കാണിക്കുന്നുണ്ട്. ഒരു 5 ടൈപ്പ് മൈൻഡുകൾ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ ടൈപ്പിലുള്ള മൈൻഡിൽപ്പെട്ട ആളുകൾ ആകാം. ഒരു 5 ടൈപ്പ്, ദർ ഇസ് എ 5 ടൈപ്സ് ഓഫ് മൈൻഡ് ബൈബിൾ റെഫേഴ്സ് ടു. നമുക്ക് നോക്കാം. ആദ്യത്തെ മൈൻഡ് നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഡിഫൈൽഡ് മൈൻഡ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഡിഫൈൽഡ് മൈൻഡ്. അതൊരു പ്രത്യേക തരം മനസ്സാണ്. ചില ആളുകളുടെ മനോഭാവം അല്ലെങ്കിൽ മനസ്സ്, അവൻ്റെ മനസ്സ് മുഴുവൻ ഈ ടൈപ്പാണ്, ഡിഫൈൽഡ് മൈൻഡ്. എടുക്കാമോ? 1 തീത്തോസ് 1:15. എല്ലാവരും ഒന്ന് വായിച്ച്. 1 തീത്തോസ് 1:15. ആ ടൈപ്പ് മൈൻഡുള്ളവർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്, ഈ സുവിശേഷം കേൾക്കുന്നവരിലുണ്ട്. എടുത്തോ. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്. യെസ്. എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാ. എന്താണെന്നറിയാമോ ഇതിൻ്റെ അർത്ഥം? ഈ വാക്യത്തിൽ എന്ത് കണ്ടാലും കുറ്റം പറയും. എന്ത് കണ്ടാലും, അവിടെ എന്ത് സൽപ്രവൃത്തികൾ കണ്ടാലും, ഈ ലോകത്ത് എന്തിനെ അവൻ കണ്ടാലും അവൻ്റെ കോണിൽ അതിൽ തിന്മ മാത്രമേ അവൻ കാണത്തുള്ളൂ, ഒരു നന്മയും കാണത്തില്ല. അവന് വേണ്ടി എന്ത് നന്മ ചെയ്തു കൊടുത്താലും അതിനകത്ത് അവൻ തിന്മയെ അവൻ കാണത്തുള്ളൂ. ഇതാ ഈ ദുഷിച്ച മനസ്സുള്ള ഒരവസ്ഥയാണ്, ദുഷിച്ച ഒരു പ്രത്യേക തരം മനസ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ദൈവമുണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാവുണ്ടോ? നമ്മളങ്ങനെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, ദൈവമുണ്ട്, നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞ് എവിടെ ചെന്നാലും ഈ ഒരു ദുഷിച്ച ഒരു മനസ്ഥിതി അവരിൽ എപ്പോഴും ഉണ്ട്. അവിടെ കുറ്റം, ഇവിടെ കുറ്റം, അപ്പുറത്തിൻ്റെ കുറ്റം, അവൻ ചെയ്തത് കുറ്റം. സുവിശേഷ പ്രഘോഷണത്തിൽ കുറ്റം കണ്ടെത്തും അവർ. സകലത്തിലും കുറ്റം കണ്ടെത്തുന്ന ഒരു പ്രത്യേക തരം മനസ്സ്. മനസ്സിലാവണ്ടോ? ഇതൊരു അപകടം പിടിച്ച മനസ്സാണ്. ഈ മനസ്സിനെ കുറിച്ച് പറയുക. ഇതിനകത്ത് അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കാമോ? അവർ പ്രവൃത്തി കൊണ്ട്, വായിച്ചോ 16-ാമത്തെ.
തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് താൻ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു. കണ്ടോ, നമ്മളായിരിക്കും ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവാം ഈ ടൈപ്പ് ആൾക്കാർ. ശ്രദ്ധിക്കണമേ, നിങ്ങളിൽ ഈ ടൈപ്പ് മൈൻഡ് ഉണ്ടോ എന്ന് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളിൽ ഈ ടൈപ്പ് മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന ചെയ്യണം. ഇപ്പോൾ ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ ദൈവമുണ്ട് എന്നവർ ഭാവിക്കുന്നു. എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. കണ്ടോ, പ്രവൃത്തി വഴി, അവരുടെ പ്രവൃത്തി കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തെ ദുഷിച്ചുകൊണ്ടേയിരിക്കും. അവർ വലിയ പ്രാർത്ഥനാക്കാരനാ, പ്രാർത്ഥനയിലുണ്ടാകും, മുൻപന്തിയിലുണ്ടാകും, എല്ലാ കാര്യങ്ങളിലുണ്ടാകും, പല കാര്യങ്ങളും ചെയ്യണ്ടാവും. പക്ഷേ എവിടെ ചെന്നാലും ഈ ദുഷിച്ച മനസ്സ് കാരണം തിന്മ തന്നെ പ്രവർത്തിക്കുന്നതൊക്കെ ഈ കർത്താവിന് വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും. അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ വീട്ടിൽ ചെന്ന അവൻ ചിലപ്പോൾ ദൈവദാസൻ്റെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര മിടുക്കനായിരിക്കും, ഭയങ്കര മിടുക്കിയായിരിക്കും. ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലുള്ളവരോട് ചോദിക്കണം എങ്ങനെയുണ്ട് ഈ പ്രാർത്ഥനാക്കാരൻ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് ഏതാ ഐറ്റം എന്ന്. മനസ്സിലാവണ്ട? വലിയ പ്രാർത്ഥനാക്കാരൻ ചമയുന്ന ദുഷിച്ച മനസ്സുള്ള നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞാൽ യു ആർ അട്ടർ ഫെയിലിയർ. യു ഹാവ് ടു ഡു റിപ്പൻറ്റ്. മാനസാന്തരപ്പെടണം. ആത്മപരിശോധന ചെയ്തു നോക്ക്. ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ പ്രതിയാണ് ഞാൻ ദുഷിക്കപ്പെടുന്നതെങ്കിൽ രക്ഷപ്പെട്ടു. അത് സുവിശേഷ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. മറിച്ച് നമ്മുടെ മറ്റുള്ള പ്രവർത്തികളാൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക, കുടുംബത്തിൽ ഒരു കാര്യവും ചെയ്യത്തില്ല, കുടുംബത്തിന് ഒരു ഗുണവും ഇല്ല, ഒരു പണിക്കും പോകത്തില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥനക്കാരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ. ആ ടൈപ്പ് ആളാണോ എന്ന് നാം ഇപ്പോൾ ആത്മപരിശോധന ചെയ്ത് നോക്ക്. നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് പറയുന്നതാണ് യു ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഡിഫൈൽഡ് മൈൻഡ്. ഡിഫൈൽഡ് മൈൻഡിൻ്റെ കീഴിൽ നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. കണ്ണുകളടച്ച് എല്ലാവരും കണ്ണുകളടച്ച്. ഈ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മെക്കുറിച്ച് നല്ലതാണോ പറയുന്നത്? ആത്മപരിശോധന ചെയ്യാം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ കർത്താവിൻ്റെ വചനത്തെ പ്രതി അല്ലാതെ എൻ്റെ മറ്റുള്ള കാര്യങ്ങളെ പ്രതി എപ്പോഴും കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, കുടുംബത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിലും ഞാൻ വലിയ ഒരു തോൽവിയിലാണ് പോകുന്നതെങ്കിൽ, കർത്താവേ എനിക്ക് മാനസാന്തരം വേണം, കർത്താവേ എനിക്ക് മാനസാന്തരം നൽകണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. രണ്ടാമത്തെ മൈൻഡാണ് രണ്ടാമത്തെ മൈൻഡ് അൺസ്പിരിച്വൽ മൈൻഡ്. അൺസ്പിരിച്വൽ മൈൻഡ് ഒരു പ്രത്യേക തരം മനോഭാവമുള്ള ആൾക്കാരാണ്. ചില പ്രത്യേക തരം മനോഭാവം നമുക്കുണ്ടോ എന്ന് നോക്കാം. കൊളോസ്യർ 2:18 എല്ലാവരും എടുക്കാമോ? കൊളോസ്യർ 2:18 എല്ലാവരും എടുക്കുക. എല്ലാവരും നമുക്ക് ഈ മൈൻഡ് ഉണ്ടോ എന്ന് നോക്കാം. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസലായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. പ്രൈസ് ലോർഡ്. ശ്രദ്ധിക്കണമേ, ഈ പറയുന്ന അവര് വലിയ ആത്മീയത ഉണ്ട് എന്ന് അവരങ്ങ് കരുതും. അവരുടെ വിചാരം അവർ ആത്മീയ ജീവിതം നയിക്കുന്നു എന്നായിരിക്കും. നമ്മളെല്ലാവരും ആത്മീയ ജീവിതം നയിക്കുന്നതാ അല്ലേ? നമ്മളെല്ലാവരും ആത്മീയ ജീവിതം നയിക്കുന്നവരല്ലേ? ഇവിടെ പറയുക അവർ ആത്മീയരാണ് എന്ന് അവർക്ക് ഭയങ്കരമായിട്ട് തോന്നും. അവർ വിചാരിക്കും ദേ ആർ ഹൈലി സ്പിരിച്വൽ പേഴ്സൺ ദെയർ സെൽഫ്. പക്ഷേ അവരുടെ പ്രാർത്ഥനകൾ എപ്പോഴും ദൂതാരാധനകൾ, അനാവശ്യമായ നേർച്ചകൾ, കാഴ്ചകൾ, വചനത്തിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. എല്ലാം ആത്മീയതയെ പ്രതിയായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഒന്നും അവർക്ക് അറിയാനും പാടില്ല. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? യേശു ക്രിസ്തുവിനെ കുറിച്ചോ
അവൻ്റെ കൽപ്പനകളെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ ഒരു ബോധവുമില്ല. പക്ഷേ എല്ലാ നേർച്ചകളും ചെയ്യാൻ പോകും, എല്ലാ കാഴ്ചകളും കാണാൻ പോകും. എല്ലാവരും എഴുതി വച്ചിരിക്കുന്ന പുസ്തകം മുകളിൽ മുതൽ താഴെ വരെ അവർ നീട്ടി വായിക്കും. എല്ലാ തരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവർ പോകും. പക്ഷേ ദൈവവചനവുമായി ഒരു ബന്ധവും അവർക്കില്ല എന്ന് കർത്താവ് പറയുക. ഒരു ബന്ധവുമില്ല. സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എല്ലാവരും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം. യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായം 28-29 വാക്യങ്ങൾ. യെശയ്യാ 30:28-29. ഇത് നിങ്ങളെല്ലാവരും ഈ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വഴിതെറ്റി പോകുന്ന ആത്മീയരെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചോ എല്ലാവരും എടുത്ത. യെശയ്യാ 30-ാം അധ്യായം 28-29 വാക്യങ്ങൾ. കവിഞ്ഞൊഴുകുന്നതും കഴുത്തുവരെ എത്തുന്നതുമായ നദിക്ക് തുല്യമാണ് അവിടുത്തെ ശ്വാസം. കവിഞ്ഞൊഴുകുന്നതും കഴുത്തുവരെ എത്തുന്നതുമായ നദിക്ക് തുല്യമാണ് അവിടുത്തെ ശ്വാസം. അത് ജനതകളെ നാശത്തിന്റെ അരിപ്പയിൽ അരിക്കുന്നു. നാശത്തിന്റെ അരിപ്പയിൽ ജനതകളെ അരിക്കുന്നു. അവരുടെ താടിയെല്ലിൽ വഴിതെറ്റിക്കുന്ന കടിഞ്ഞാൺ ബന്ധിക്കുന്നു. അവരുടെ താടിയെല്ലിൽ നമ്മൾ പറയില്ലേ ബന്ധനം ബന്ധനം എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്താ? ബന്ധനമാ. അല്ല, ബന്ധനത്തിന്റെ ക്ലാസ്സാ, ഡെലിവറൻസ് മിനിസ്ട്രിയാണ് നമ്മുടെ. അവിടെ പറയൂ അവരുടെ താടയെല്ലിൽ ഒരു നുഖം വയ്ക്കപ്പെട്ടിരിക്കുക. പറഞ്ഞ ആ താടയെല്ലിന്റെ നുഖത്തിന്റെ പ്രശ്നം നോക്കി വായിച്ചോ, നിങ്ങൾ വായിച്ചോ. ഒരു നുഖമുണ്ട് ഇവിടെ, ആ നുഖത്തിനൊരു പ്രശ്നമുണ്ട്, അതാ വായിക്കാം. അവരുടെ താടിയെല്ലിൽ വഴിതെറ്റിക്കുന്ന കടിഞ്ഞാൺ ബന്ധിക്കുന്നു. അവരുടെ താടിയെല്ലിൽ വഴിതെറ്റിക്കുന്ന ഒരു കടിഞ്ഞാൺ. വഴിതെറ്റി ഏത്? ആത്മീയ ജീവിതം ദൈവരാജ്യത്തിലേക്ക് അല്ലേ? ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാത്. പക്ഷേ ഇവിടെ ഒരു നുഖം വച്ചിട്ട് വഴിതെറ്റിച്ചുകൊണ്ട് പോകും. എങ്ങോട്ട് കൊണ്ടുപോകും നോക്കി. ഉത്സവരാത്രിയിൽ എന്ന പോലെ, ഉത്സവരാത്രിയിൽ എന്ന പോലെ നിങ്ങൾ ഗാനമാലപിക്കും. എന്ന് വെച്ചാൽ ദൈവത്തെ നന്നായി സ്തുതിക്കുന്നു എന്ന് നിങ്ങൾ സ്തുതിക്കും, നിങ്ങൾ നന്നായി ആരാധിക്കും, നന്നായി പ്രാർത്ഥിക്കും. ഇസ്രായേലിന്റെ രക്ഷാശിലയായ കർത്താവിന്റെ പർവ്വതത്തിലേക്ക് കുഴൽ നാദത്തിനൊത്ത് പോകുമ്പോഴെന്ന പോലെ എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക്, ആ മരണത്തിലൂടെ നിത്യജീവനിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ബോധ്യത്തിൽ, തെറ്റായ ബോധ്യത്തിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഹൃദയത്തിൽ ആനന്ദിക്കും. ഏത്? വലിയ പ്രാർത്ഥനാക്കാരനായി മുന്നോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ദൈവരാജ്യത്തിൽ പോകാനുള്ളവരാ, ഞാൻ ദൈവരാജ്യത്തിൻ്റെയാ എന്ന് പറഞ്ഞ് വളരെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിച്ച് അവർ പോകും. പക്ഷേ അവർ പോകുന്നത് തെറ്റായ പാതയിലൂടെ ആയിരിക്കുമെന്ന് കർത്താവ് പറയുക. കാരണം അവരുടെ മൈൻഡ് അൺസ്പിരിച്വൽ മൈൻഡ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും മാറിയുള്ള ഒരു വല്ലാത്ത മനോനിലയിലാണ് അവർ പോകുന്നത്. അങ്ങനെയെങ്കിൽ യു ഹാവ് ടു ഡു റിപ്പൻറ്റൻസ്. നമുക്ക് എന്ത് വേണം? മാനസാന്തരം ഉണ്ടാകണം, മാനസാന്തരപ്പെടേണ്ടതുണ്ട്. മൂന്നാമത്തെ മൈൻഡാണ് ജഡീക മനസ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? ഫ്ലഷ്ലി മൈൻഡ്. റോമൻസ് 8:7 നമുക്ക് വായിക്കാം. റോമൻസ് 8:7. ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ജഡീക കാര്യങ്ങളിൽ എനിക്ക് എപ്പോ പ്രാർത്ഥിക്കാൻ വന്നാലും അവനൊരിക്കലും ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്ത പോലുമില്ല. നാളെ മരിക്കും ചെന്നാം, ദൈവരാജ്യത്തിൽ പോകാനുള്ളത് ഒരു ബോധവുമില്ല. എപ്പോൾ വന്നാലും എന്തു പറഞ്ഞാലും അവന് വീട് പണിയണം, അത് കഴിഞ്ഞാൽ കാറ് വാങ്ങണം, അത് കഴിഞ്ഞാൽ വിസയടിക്കണം, അത് കഴിഞ്ഞാൽ മക്കളെ പോറ്റണം, അത് കഴിഞ്ഞാൽ അടുത്തതായി ഇങ്ങനെ അങ്ങ് പോകും. അവൻ്റെ ജഡപ്രാർത്ഥനകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പൊടിക്ക് പോലും ദൈവരാജ്യത്തിൽ 1 രൂപയുടെ നിക്ഷേപമുണ്ടാക്കാൻ അവൻ ഒരു ഇല മറിച്ചിടത്തില്ല. ദൈവരാജ്യത്തിൽ നിക്ഷേപമുണ്ടാക്കാൻ തക്കവണ്ണം ഒരു കമന്ന് കിടക്കണ എല്ലാം മറച്ചിടത്തില്ല. അവൻ 1 രൂപയ്ക്ക് പോലും അവനെ കൊണ്ട് ഗുണമുണ്ടാവില്ല. ദൈവത്തിനുമില്ല, മനുഷ്യർക്കുമില്ല. അവൻ്റെ പ്ലാനും പദ്ധതികളും പ്രാർത്ഥനയും എല്ലാം വീടുണ്ടാക്കണം, സുഖമനുഭവിക്കണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. അവനെ മാത്രമേ അവൻ ചിന്തിക്കത്തുള്ളൂ. അവൻ മാത്രമായിരിക്കും അവൻ്റെ സെൻറ്റർ പോയിന്റ്. ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ എല്ലാം ശരീരത്തെ പ്രതിയാകും പോകും. അവനെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴൊക്കെ ഒരുവൻ കള്ളു കുടിക്കുന്നുവെങ്കിൽ അവൻ അതിനെ തെറ്റായി കാണത്തില്ല. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും സിഗരറ്റ് വലിക്കുകയോ പരദൂഷണം പറയുകയോ, പാവം അവൻ്റെ ബലഹീനത കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ തോന്നിപ്പോകും.
മനസ്സിലാവുണ്ടോ? അങ്ങനെ അങ്ങ് തോന്നിപ്പോകും. ഇതാണ് ഫ്ലഷ്ലി മൈൻഡ്. അടുത്ത ഒരു മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വെയിൻ മൈൻഡ് എടുക്കാം നമുക്ക്. വെയിൻ മൈൻഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:17 എഫേസ്യർ 4:17 പെട്ടെന്ന് വായിക്കാമോ? നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും കർത്താവിൽ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം എങ്ങനെ നടക്കരുത്? വിജാതീയരെ പോലെ നടക്കരുത്. ഈ മൈൻഡിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ വിജാതീയ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ദൈവവും ഒരുപോലെയായിരിക്കും. അങ്ങനത്തെ മൈൻഡുള്ളവരെ കണ്ടിട്ടുണ്ടോ? എല്ലാ ദൈവവും ഒരുപോലെ. അവർക്ക് പള്ളി പോകുന്ന പോലെ തന്നെയാണ് അവർ അപ്പുറത്തും ഇപ്പുറത്തും സകല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുന്നത്. ക്രിസ്തു തൻ്റെ വചനത്തിൽ നാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ള പുസ്തകങ്ങളിലും മറ്റുള്ളവരുടെ വേദപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അവനൊരു പ്രശ്നമില്ല. ലാഘവത്തോടുകൂടി അവിടെയും കയറി മുട്ടുകുത്തും, ഇവിടെയും കയറി നിൽക്കും, അപ്പുറയും കയറി അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ ടൈപ്പ് മൈൻഡ് വെയിൻ മൈൻഡ്. നമുക്ക് ഇങ്ങനത്തെ മനസ്സുള്ളവരെ നമ്മൾ ഒരുപാട് കണ്ടു. പണ്ട് നമ്മളിങ്ങനെയായിരുന്നു അല്ലേ? പണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാനൊക്കെ കരുതിയിരുന്ന ഒരു കാലമുണ്ട്, എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എവിടെ പോയാലും കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ എവിടെയും ഏത് തരത്തിലുള്ള ആരാധനാ കേന്ദ്രമാണെന്നൊന്നും നോക്കത്തില്ല, നമ്മൾ എവിടെയും ചെന്ന് കയറാം. വെയിൻ മൈൻഡ്. അവർ വിജാതീയരെ പോലെ അങ്ങ് ജീവിക്കും. ഈ ടൈപ്പുള്ള മനസ്സ് നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പൻറ്റ് ചെയ്യണം. അടുത്ത ഒരു മനസ്സ് കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് വരാം. കറപ്റ്റഡ് മൈൻഡ്, ദ മോസ്റ്റ് ഡേഞ്ചറസ് മൈൻഡ് ഇൻ ദ വേൾഡ്. ഏറ്റവും അപകടം പിടിച്ച മൈൻഡാണ് കറപ്റ്റഡ് മൈൻഡ്. 1 തിമോത്തിയോസ് 6:5 ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിന്റെ ഫലമത്രേ. നോക്ക്, വലിയ തർക്കങ്ങൾ ഉണ്ടാക്കും അവര്. ഭയങ്കര ഫിലോസഫേഴ്സ് ആയിരിക്കും, ഭയങ്കര ഫിലോസഫി ആയിരിക്കും അവർക്ക്. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എപ്പിക്യൂരിയൻസ്. കേട്ടിട്ടില്ലേ? എപ്പിക്യൂരിയൻസ്. അതൊക്കെ ഈ ഗണത്തിൽ വരുന്നതാണ്. ഈ ഏതൻസിൽ ചെല്ലുമ്പോഴൊക്കെ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യമായിരുന്നു എപ്പിക്യൂരിയൻസ്, സ്റ്റോയിക് ചിന്താഗതിക്കാർ, ഫിലോസഫേഴ്സാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കയറി വന്ന ഒരു ഇതാണ്, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് ഇനി ആകാശത്ത് സ്വർഗത്തിൽ പോയി എന്നാ ചെയ്യാനാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും അല്ലേ? ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം ആകാശത്തും സ്വർഗത്തിൽ എന്നാ ചെയ്യാനാണ്? മോസ്റ്റ് ഡേഞ്ചറസ് മൈൻഡ് ഇൻ ദ വേൾഡ്. അവൻ്റെ കുഴപ്പം എന്നാണെന്നറിയാമോ? ഈ 4 മൈൻഡ് അവനെ തന്നെ നശിപ്പിക്കുമ്പോൾ കറപ്റ്റഡ് മൈൻഡ് അവനെ നശിപ്പിക്കും. 100,000 ആൾക്കാരെയും കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് അവൻ നരകത്തിൽ കൊണ്ടുപോയിട്ടേ പോകത്തുള്ളൂ. അതാ അപകടം. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അവൻ വലിയ ഫിലോസഫി പറഞ്ഞു കളയും. അതിനുവേണ്ടി അവൻ ദൈവവചനം ഉപയോഗിക്കും, എല്ലാ തരത്തിലുള്ള ബൈബിൾ വാക്യങ്ങളും അവൻ ഉപയോഗിക്കും, എല്ലാ വേദഗ്രന്ഥങ്ങളും ഉപയോഗിക്കും, അവൻ്റെ അറിവും കഴിവും സാമർഥ്യവും എല്ലാം ഉപയോഗിച്ച് കളയും. അതാ മോസ്റ്റ് ഡേഞ്ചറസ് മൈൻഡാ. എല്ലാവരെയും കാരണം അവൻ തന്നെയല്ല നശിപ്പിക്കുന്നത്, അവൻ്റെ ആ ഫിലോസഫി കൊണ്ട്, അവൻ്റെ ആ മൂഢചിന്ത കൊണ്ട്, ആ ഭോഷത്വം കൊണ്ട് അനേകം ആളുകളെ നശിപ്പിച്ച് കളയും. ഈ ടൈപ്പ് മൈൻഡ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ ചെന്നിരിക്കുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. മനസ്സിലാവുണ്ടോ? ഭയങ്കര കഴിവും ഭയങ്കര സോഷ്യൽ മീഡിയ പ്രശസ്തിയുള്ളവരായിരിക്കും അവർ, പക്ഷേ അവരുടെ മൈൻഡ് കറപ്റ്റഡ് മൈൻഡായിരിക്കും, നശിപ്പിച്ച് നമ്മളെ ഇല്ലാണ്ടാക്കി കളയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു മിനിറ്റ് നമുക്ക് സ്തുതിക്കാം എല്ലാവരും. ദൈവത്തെ സ്തുതിച്ച എല്ലാവരും ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആമേൻ, ഹല്ലേലൂയ. 2 പത്രോസ് 2:15-16 വാക്യങ്ങൾ. 2 പത്രോസ് 2:15-16 വാക്യങ്ങൾ. നേർവഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു. ബേവോറിന്റെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത്. അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ്. അവന്റെ തെറ്റിനുള്ള ശാസനം അവന് ലഭിച്ചു. ഒരു ഊമക്കഴുത മനുഷ്യ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഭ്രാന്തിന് അറുതി വരുത്തി. എന്താ കാരണം? അവന്റെ മൈൻഡ് പണമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, പണമോഹമാണ് ആ 4ാമത്തെ മൈൻഡ്, വെയിൻ മൈൻഡ്. പണമോഹം ഉണ്ടായിരുന്നു അവന്. അത് വെയിൻ മൈൻഡാ. അവൻ്റെ മൈൻഡ്, അവൻ ശുശ്രൂഷകനായിരുന്നു, അവൻ ദൈവത്തിൻ്റെ ദാസനായിരുന്നു, പക്ഷെ അവൻ്റെ മൈൻഡ് പണമോഹമായിരുന്നു. അതുകൊണ്ട് അവനെക്കുറിച്ച് പറയാം, അവൻ്റെ പ്രാന്തിന് അറുതി വരുത്തി. എന്താ ഈ 5 ടൈപ്പ് മൈൻഡ് ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ മാനസിക രോഗിയാണ്. മനസ്സിലാവുണ്ടോ? ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ, ലോകത്തിൻ്റെ കണ്ണിലല്ല. ഈ പറയുന്ന 5 ടൈപ്പ് മൈൻഡ്
ആർക്കുണ്ടോ, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഭ്രാന്താണ്. നമ്മളെ ചികിത്സിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതാ പറയണേ, നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. നമ്മൾ മെൻ്റലാണോ? ഈ ടൈപ്പിലുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം? നമുക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ട്. അതാ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി എന്ത് ചെയ്യും? മൈൻഡ് ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് റിപ്പൻറ്റൻസ്. മനസ്സിലാവണ്ട? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ ഏത് മൈൻഡ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരം എന്ന് പറയുമ്പോൾ, റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ മൈൻഡിൻ്റെ ചേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ മൈൻഡ് എന്നാണും കൂടി നമുക്കൊന്ന് നോക്കി പോകാം. അൺകോൺഷ്യസ് മൈൻഡ് നിങ്ങളെല്ലാവരും കേട്ടാണല്ലേ? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ? കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഞാനൊരു കാര്യം പറയുന്നു, ചെയ്യുന്നു, അതാ കോൺഷ്യസ് മൈൻഡ്. നിങ്ങളൊരു കാര്യം എന്നോട് പറയുന്നു, ഞാനത് ചെയ്യുന്നു, അതാണ് കോൺഷ്യസ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാ, തുടർച്ചയായി 20 ദിവസം ഒരുത്തം പ്രാർത്ഥിച്ച് അറിയാതെ 21-ാമത്തെ ദിവസം അവൻ എണീറ്റ് പ്രാർത്ഥിക്കും. മനസ്സിലാവുണ്ടോ? ഒരു 25 ദിവസം അവൻ 25 ദിവസം ആകാശത്തേക്ക് ദൈവമേ സ്തോത്രം എന്ന് 25 ദിവസം മേലോട്ട് നോക്കി പറഞ്ഞാൽ 26-ാമത്തെ ദിവസം അവ അറിയാതെ പറയും. അത് സബ് കോൺഷ്യസ് മൈൻഡാണ്. കാരണം തുടരെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അവൻ പോലും അറിയാതെ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ട്? അതാ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിന് ചേഞ്ച് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുട്ടുകുത്തും, പ്രാർത്ഥിക്കും. വൈകിട്ട് അയ്യോ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ, കുറച്ച് നേരം പ്രാർത്ഥിക്കണം, ഇന്ന് പോയി പ്രാർത്ഥിക്കാം. അത് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്ന പ്രാർത്ഥനാ രീതിയാണ്. ദൈവം അവനെ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി പറയുന്നു. ദേ ആർ നോട്ട് എ റിപ്പൻറ്റഡ് പീപ്പിൾ. മനസ്സിലാവുണ്ടോ? കാരണം കോൺഷ്യസ് മൈൻഡ് നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 21 ദിവസം പ്രാർത്ഥിക്കാൻ വന്നേ 22-ാമത്തെ ദിവസവും പ്രാർത്ഥിക്കും, അറിയാതെ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിന് യാതൊരു ഇതും ഉണ്ടാകത്തില്ല. പിറ്റേ ദിവസം മുതൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കും. അതാ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ചേഞ്ച് അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അടുത്തൊരു മൈൻഡുണ്ട്, അതിനെയാണ് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൈൻഡ് ഓഫ് എ ഹ്യൂമൻ പേഴ്സൺ. ഒരു മനുഷ്യൻ്റെ മൈൻഡിനെ 3ആയി ഡിവൈഡ് ചെയ്തപ്പോൾ ഇന്ന് വരെയുള്ള പഠനങ്ങളിൽ പറയാ മോർ ദാൻ 50% മൈൻഡ് ഈസ് കൺട്രോൾഡ് ബൈ അൺകോൺഷ്യസ് മൈൻഡ്. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് 50%-ലധികവും അൺകോൺഷ്യസ് മൈൻഡാണ്. ഒരു 30% അടുത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സബ് കോൺഷ്യസ് മൈൻഡ് നയിക്കുന്നുള്ളൂ. വണ്ടി ഓടിക്കുന്നതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഒരു 10-15% മാത്രമേ കോൺഷ്യസ് മൈൻഡിൽ പോകുന്നുള്ളൂ. എന്നാൽ ഒരു കുഴപ്പമുണ്ട്, ഈ അൺകോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടാണ്. അൺകോൺഷ്യസ് മൈൻഡാണ് ബിഹേവിയർ, സ്വഭാവം. എനിക്ക് വേണമെങ്കിൽ അച്ചായനെ സ്നേഹിച്ച് പറ്റിക്കാം, ശരിയാണോ? ഇല്ലേ? ഒരു മാസം വേണമെങ്കിൽ അച്ചായനെ സ്നേഹിച്ച് പറ്റിച്ചിട്ട് കാശ് മേടിച്ചുകൊണ്ട് പോകാം. ഒരു കൊല്ലം സ്നേഹിച്ച് പറ്റിക്കാം, ഇല്ലേ? സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് പറ്റിക്കാം. പക്ഷേ അൺകോൺഷ്യസ് മൈൻഡിൽ സ്നേഹം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് വലിയ പ്രണയബന്ധങ്ങളൊക്കെ നമ്മൾ കേട്ട് കാണും. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ചിലർ വീണ് കഴിഞ്ഞാൽ അവർ ചതിച്ചാലും വഞ്ചിച്ചാലും അവരോടുള്ള സ്നേഹം വിട്ടുപോകാതെ അവർ സൂയിസൈഡിൽ വരെ ചെന്നെത്തും. ബിക്കോസ് ദേ ആർ കൺട്രോൾഡ് ബൈ അൺകോൺഷ്യസ് മൈൻഡ്. അവരെ കൺട്രോൾ ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് കർത്താവ് പറയുന്നത് എന്ത്? യു നീഡ് എ ചേഞ്ച്. എന്ത് പറയുന്നത്? മാനസാന്തരം വേണ്ടത് അൺകോൺഷ്യസ് മൈൻഡിലാണ് നമുക്കുണ്ടാവും. കോൺഷ്യസ് മൈൻഡിലോ സബ് കോൺഷ്യസ് മൈൻഡിലോ അല്ല. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ചേഞ്ച് വരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊരു പഠനമാണ്. 2 ടൈപ്പ് സൈക്യാട്രിക് പഠനങ്ങളുണ്ട്. സൈക്കോളജിക്കലി 2 പഠനങ്ങളുണ്ട്. ഒന്ന് ജേർണലിംഗ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡയറക്റ്റ്ലി ഗോസ് ടു അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. മനസ്സിലാവുണ്ടോ? നമ്മളെല്ലാ കാര്യവും എഴുതുകയാണെങ്കിൽ. അതുപോലെ തന്നെ നാം എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇഫ് വി വിഷൻ, എന്ത് നാം കാണുന്ന വോയിസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ അൺകോൺഷ്യസ് മൈൻഡ് പോലും. അതാണ് 2.5 മണിക്കൂർ നമ്മൾ കാണുന്ന ഒരു സിനിമ ഫുൾ കഥ പറയാൻ പറ്റും. പക്ഷേ 2.5 മണിക്കൂർ നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. 2.5 മണിക്കൂർ കേട്ട ഒരു കഥ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ സാധിക്കും. ബൈബിളിൽ ഒരു വാക്ക് നമ്മൾ തുറന്ന് നമ്മൾ വായിച്ചു എന്ന് കരുതുക. ആ വാക്യം ഏതാണെന്ന് ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ ആ ബൈബിളിൽ അത് എവിടെയാണ് കിടക്കണേന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ കാണും. ബൈബിൾ തുറന്നപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 2ാമത്തെ പാരഗ്രാഫ് ആയിരുന്നു ആ വാക്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും
നിങ്ങൾ ബൈബിൾ തുറന്നപ്പോൾ പല ആളുകളും ബൈബിൾ വായിക്കുന്നവർ പറയും, അയ്യോ അത് ഏതാ വാക്യം എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ബൈബിളിൻ്റെ സെൻറ്റർ ഭാഗത്താ, അത് ലെഫ്റ്റിലെ സൈഡിലാണ്, അതിനകത്ത് റൈറ്റ് സൈഡിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, ആ ഭാഗത്താ അതും പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ടക്ക് ടക്ക് ടക്കാന്ന് മറിക്കും. ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ അൺകോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾ ഈ പറയുന്നതിനേക്കാൾ അധികം കണക്റ്റ് ആവുന്നത് അൺകോൺഷ്യസ് മൈൻഡാണ്. കർത്താവ് പറയുക, ഹോളി സ്പിരിറ്റ് പറയുക, നമ്മുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:2. റോമർ 12:2. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി. മനസ്സിന്റെ നവീകരണം വഴി. നോക്കണമേ, പരിശുദ്ധാത്മാവാ പറയുന്ന ഈ മനസ്സുകളുടെ നവീകരണം, ഈ അൺകോൺഷ്യസ് മൈൻഡിനൊരു നവീകരണം വഴി രൂപാന്തരപ്പെടണം. പരിശുദ്ധാത്മാവാ പറയുന്നത് രൂപാന്തരപ്പെടണം. ശരി, സ്തുതിച്ച എല്ലാവരും ഒരു മിനിറ്റ് ദൈവത്തെ സ്തുതിച്ച എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 1 കൊരിന്തോസ് 1:10 കൂടി നമുക്ക് വായിക്കാം. 1 കൊരിന്തോസ് 1:10 വായിച്ചോ എല്ലാവരും. സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന്. ഏക മനസ്സോടെ അല്ലേ, ഒരു മൈൻഡ് ആവണം എല്ലാവർക്കും. അതാ യേശുവിൻ്റെ മൈൻഡായി മാറണം. നമ്മളൊക്കെ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മൈൻഡുകളില്ലേ, ആ മൈൻഡൊക്കെ വാഷ് ഔട്ട് ചെയ്ത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നവീകരിച്ച് നാം എല്ലാവരും ഒറ്റ മനസ്ഥിതി ഉള്ളവരാണ്. ഒരേ മനസ്സോടെ ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ട് ഒരൊറ്റ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. എല്ലാവരുടെയും മനസ്സ് ചേഞ്ച് ചെയ്ത് ഒരൊറ്റ ആത്മാവിൽ കൊണ്ട് നിർത്തണം. വായിച്ചേ, അതൊന്നുകൂടി വായിച്ചേ. സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനം 59:16. സങ്കീർത്തനം 59:16 എല്ലാവരും എടുത്തോ. ഈ അൺകോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്യാൻ ഉള്ള ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത്. വായിച്ചോ. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. ശ്രദ്ധിച്ച്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇതിന് ചേഞ്ച് വരുത്തണം. ഇത് ചേഞ്ച് വരുത്തി ക്രിസ്തുവിലേക്ക് ആകണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ചിന്തകളും, ലോകചിന്ത, ഫ്ലഷ്ലി മൈൻഡ്, വെയിൻ മൈൻഡ്, ഈ കറപ്റ്റീവ് മൈൻഡ് എല്ലാം നിങ്ങളിൽ നിന്നും മാറ്റി മാനസാന്തരം നമ്മിലേക്ക് വരണമെങ്കിൽ, മൈൻഡ് ചേഞ്ച് ആകണമെങ്കിൽ എവറി ഡേ യു ഹാവ് ടു ഡു ദിസ്. വായിച്ചോ, ഒന്ന് എല്ലാവരും കൂടി ഒന്ന് വായിച്ച്. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. ദൈവമല്ലേ നമ്മുടെ അടുക്കൽ ചെയ്തത്, നമ്മുടെ കൺമുമ്പിൽ ചെയ്തത്, ഇസ്രായേൽ ചെയ്തു കൊടുത്തത്, ബൈബിളിൽ പറയുന്ന, ചരിത്രങ്ങളിൽ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മുമ്പ് ചെയ്തത്, ഇതെല്ലാം നാം എന്ത് ചെയ്യണം? ഓർമ്മിച്ച് പറയണം. കർത്താവേ, അന്ന് നീ എന്നെ കഷ്ടതയിൽ കൈപിടിച്ച് ഉയർത്തിയല്ലോ, ഇന്ന് നീ എന്നെ ഒന്ന് സഹായിക്കണമേ. കർത്താവേ, അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒരു സഹോദരൻ, എണീക്കാൻ പറ്റാത്തവനെ നീ സുഖപ്പെടുത്തിയല്ലോ. ഇസ്രായേലിൻ്റെ ദൈവമേ, ചെങ്കടലിലൂടെ അവരെ അവിടുന്ന് നടത്തിയല്ലോ. പ്രകീർത്തി. യു ഹാവ് ടു പ്രോക്ലൈം ദ വണ്ടേഴ്സ് ഓഫ് ജീസസ്. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളെ എല്ലാ ദിവസവും നീ രാവിലെയും വൈകിട്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി ഗോണ ടു ചേഞ്ച് ഇൻ യുവർ അൺകോൺഷ്യസ് മൈൻഡ്. കർത്താവ് ആ പറയുന്നത്. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ചെയ്തു തന്നത് രാവിലെയും വൈകിട്ടും പറഞ്ഞുകൊണ്ട്, കർത്താവെ, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നത് ദൈവമേ ചെയ്തല്ലോ, നീ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിൽക്കുക. കർത്താവെ, അന്ന് ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കർത്താവെ, മനസ്സാകുമെങ്കിൽ ഇന്ന് എനിക്കിത് ചെയ്തു തരണം. ഇങ്ങനെ പ്രകീർത്തിക്കണം. ഇങ്ങനെ പ്രകീർത്തിച്ചാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ടേൺ ചെയ്യാൻ തുടങ്ങും. ചില ആളുകൾ കണ്ടിട്ടുണ്ടോ, ഈ വെറുപ്പ് മാറ്റാൻ പറ്റത്തില്ല. വെറുപ്പ് മാറ്റുന്ന ദൈവദാസന്മാർ പറയും, ഞാൻ എവിടെ പോയി മാറ്റാനാ, ചെത്തികളെ മാറ്റാണെങ്കിൽ അങ്ങ് ചെത്തികളാ ബ്രദറെ. മാറണ്ടേ ഇത്? എന്താ കാരണം? അൺകോൺഷ്യസ് മൈൻഡിൽ വെറുപ്പ് കിടന്നാൽ അവൻ എന്നാ ചെയ്യാനാ? പിന്നെ അവൻ എങ്ങനെ മാറ്റാൻ പറ്റും? അവനോട് എന്നും തല്ലിലോ, വെറുപ്പാണ്, മാറ്റിക്കോ. അത് സത്യമാണ്. പക്ഷെ ഇവൾക്ക് അറിയത്തില്ല ഹൗ ടു ചേഞ്ച്. എനിക്ക് പൊറുക്കണമെന്നുണ്ട് ബ്രദറെ, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ക്ഷമിക്കാനുള്ള ശക്തി തരണേ, പറ്റുന്നില്ല. സോ യു ഹാവ് ടു ചേഞ്ച് യുവർ അൺകോൺഷ്യസ് മൈൻഡ്. എങ്ങനെയാ വെറുപ്പ് ഇത്ര കയറിയെന്നറിയാമോ? നീ എന്നും അവനെക്കുറിച്ച്, അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, അപ്പുറം ചെയ്തു എന്ന് എപ്പോഴും പറഞ്ഞ് നിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ വെറുപ്പ് കയറിയേക്കുക.
രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞ് എന്തായി? അൺകോൺഷ്യസ് മൈൻഡിൽ വെറുപ്പ് കയറി. ഇനി നീ തലകുത്തി മറിഞ്ഞാലും അത് മാറത്തില്ല. ഇനി മാറാൻ ഒറ്റ മാർഗമുള്ളൂ. എന്താ നോ. മാനസാന്തരപ്പെടണം എങ്ങനെയാണെന്നായി ചോദിക്കുന്നേ? ആരോടാണോ ഏറ്റവും കൂടുതൽ വെറുപ്പ് അവൻ്റെ നന്മ മാത്രം ഇനി പറയേ. അമ്മായിയമ്മയോടാണോ? സഹോദരൻ, ഭർത്താവ്, ഭാര്യ, ആരോടാണോ വെറുപ്പ് അവൻ ചെയ്ത നന്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. തിന്മകളെ അങ്ങ് മറക്ക്. 1 മാസം 30 ദിവസം അവൻ ചെയ്ത വെറുപ്പുള്ള ഒരുവൻ നിന്റെ മുമ്പിൽ ചെയ്ത നന്മയെ മാത്രം നീ പറഞ്ഞാൽ ഉറപ്പായും വെറുപ്പിൻ്റെ സ്പിരിറ്റ് നിൻ്റെ അകത്ത് നിന്ന് പോവും. യു ഡെഫിനറ്റ്ലി ബിക്കം എ റിപ്പൻറ്റഡ് പേഴ്സൺ. മാനസാന്തരപ്പെട്ടിരിക്കും. അങ്ങനെയാ അൺകോൺഷ്യസ് മൈൻഡിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, ഇത്രയും നാൾ നീ പലതും പറഞ്ഞു, ഇന്നു മുതൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കേ. നിനക്ക് ആരോടാണോ വെറുപ്പുള്ളത്, നിനക്ക് ആരോടാണോ വിരോധമുള്ളത്, അവർ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളെ കുറിച്ച് പറ. അമ്മായിയമ്മ ചെയ്യുന്ന നന്മകളെ കുറിച്ച് പറ. അയൽക്കാരൊക്കെ വന്ന് പല കാര്യവും ചോദിക്കും, എങ്ങനെ ഇടറി അമ്മായിയമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരെ ഒരിക്കലും കരുതരുത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കണേന്ന്. അവരോട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് എൻ്റെ കൊച്ചിനെടുത്ത് 2 ഉമ്മയൊക്കെ കൊടുത്തുവിട്ടു, അങ്ങനെ പറയാൻ പഠിക്കണം. മനസ്സിലാവുണ്ടോ? ചെയ്ത നന്മ പറയാൻ തുടങ്ങുക. എന്ത് സംഭവിക്കും? കർത്താവ് നമ്മുടെ ഹൃദയത്തെ മാറ്റും. നമ്മൾ മാനസാന്തരം. വെറുപ്പ് ഉറപ്പായും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇഫ് യു വാണ്ട് ടു ബി റിപ്പൻറ്റ് യു ഹാവ് ടു പ്രോക്ലെയിം ദ വണ്ടേഴ്സ് ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുവിൻ. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മാനസാന്തരത്തിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. വെറുപ്പ് എന്നിൽ നിന്നും അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, ഇന്ന് എനിക്ക് ഒരു മാനസാന്തരം വേണം. എൻ്റെ മനസ്സിനെ മാറ്റണമേ. എൻ്റെ മനസ്സിന് നീ മാറ്റം വരുത്തണമേ. കർത്താവേ, നിന്റെ വലിയ കൃപയ്ക്ക് എൻ്റെ ഹൃദയങ്ങളെ, എൻ്റെ മനസ്സേ അവിടുന്ന് ഉണരണമേ. മനസ്സിനെ ഉണർത്തുന്ന ഒരു ദൈവം. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ നന്മയെ പ്രകീർത്തിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സദാസമയം എൻ്റെ കർത്താവിൻ്റെ നന്മകളെ ഞാൻ പ്രകീർത്തിക്കും. ഒന്ന് തീരുമാനമെടുത്ത എല്ലാവരും, എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത്, ഇന്ന് എനിക്ക് വെറുപ്പുള്ളവരോടൊക്കെ അവരെക്കുറിച്ചുള്ള നന്മകൾ മാത്രം പറയും. എന്തെങ്കിലും തിന്മ അവർ ചെയ്താൽ ഞാൻ ആരോടും അത് വിളിച്ചു പറയാൻ പോകത്തില്ല. കാരണം അതിൻ്റെ മാനസാന്തരത്തെ നശിപ്പിക്കും. കർത്താവേ, എന്നെ മാറ്റണമേ. മാനസാന്തരം എൻ്റെ ഉള്ളിൽ വരട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രാർത്ഥിച്ച എല്ലാവരും എന്നെ മാനസാന്തരപ്പെടുത്തണമേ. വൻ കൃപകളും നന്മകളും എൻ്റെ മേൽ വരുവാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. നിത്യജീവൻ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ ജീവിക്കുന്ന ദൈവമേ, എന്നെ മാറ്റണമേ. എന്നെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ലോകമോഹങ്ങൾ അഴിയട്ടെ, ജഡമോഹങ്ങൾ അഴിയട്ടെ, വിരോധങ്ങളും വൈരാഗ്യങ്ങളും പോയി മറയട്ടെ. എൻ്റെ ഉൾമനസ്സ് അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. ദൈവം മാനസാന്തരപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്തു തരുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ, അതിനാൽ നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ. എന്തു എന്നാൽ നാം മാനസാന്തരപ്പെടാൻ തീരുമാനമെടുത്താൽ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, നിങ്ങൾക്ക് ശ്രദ്ധിക്കണമേ, തിരിയുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തും. എന്തുവരും? സമാശ്വാസത്തിന്റെ കാലം.
ഇന്നുള്ള ഈ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കണം, ഈ വാക്ക് ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കും. He will come to your mind. യേശു ക്രിസ്തു എവിടെ വരും? അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു വരും. എന്ത് ചെയ്താൽ? നിങ്ങൾ മനസ്സിനെ മാറ്റുമെന്ന് എപ്പോ തീരുമാനിക്കുന്നുവോ, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുമെന്ന് തീരുമാനമെടുക്കുന്നുവോ, അപ്പോൾ ദൈവം നിനക്ക് ക്രിസ്തുവായി നിശ്ചയിച്ചിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരും. നീ അറിയാതെ നീ ശക്തനായ സുവിശേഷകനായി മാറും, കൃപയുള്ളവനായി മാറും, വരമുള്ളവനായി മാറും, അനുഗ്രഹീതനായി മാറും. നീ പോകുന്നിടത്തൊക്കെ ഒരു രാജപാത നിനക്കായി ദൈവം എവിടെയൊക്കെ പോകുന്നു ദൈവം മനസ്സുകളെ ഒരു രാജപാത. പ്രാർത്ഥനയുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും തീരുമാനമെടുത്ത് ദൈവത്തെ സ്തുതിച്ച്, എല്ലാവരും തീരുമാനമെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ഇന്നൊരു തീരുമാനമെടുക്കും. ആമേൻ.